ഗായ്സ് കുറച്ച് വയ്യാതിരിക്കുകയാണ്, തൊണ്ടവേദനയും മൂക്കടൊക്കെ ആയിട്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു തണവിൻ്റെ ആണെന്നുണ്ട്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം നമ്മുടെ അടുക്കള ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ടവല്, കിച്ചൺ ടവൽ അടിപൊളിയാട്ടോ, നന്നായിട്ട് അഴുക്കൊക്കെ പോകും. മാത്രമല്ല ഇതിൻ്റെ കളർ ഒരു ഗ്രേ കളർ ആയതുകൊണ്ട് തന്നെ അഴുക്കായാലും അറിയില്ല. നമുക്കിത് ഒരുപാട് തവണ റീയൂസ് ചെയ്യാൻ പറ്റും. കഴുകി നല്ലൊരു ഐറ്റം തന്നെയാണ്. വേണ്ടവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ കൊടുക്കും. നമ്മുടെ അടുക്കളയിലെ ഏറ്റവും കൂടുതൽ അഴുക്കാവുന്ന ഭാഗം നമ്മുടെ ഗ്യാസ് അടപ്പായിരിക്കുമല്ലേ. നമ്മുടെ അമ്മയ്ക്കാണെങ്കിൽ കിച്ചണാണ് ഏറ്റവും നന്നായിട്ട് കൊണ്ടുനടക്കാൻ ഇഷ്ടം. ആ ഒരു ശീലം കണ്ടുകൊണ്ടാണ് ഞങ്ങളും കുറേയൊക്കെ പഠിച്ചത്. പിന്നെ ഈ ഒരു ഓർഗനൈസർ അടിപൊളിയാണ്. എല്ലാവിധ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് എടുക്കാനും വേണ്ടിയിട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇന്ന് ഒരുപാട് അലക്കാനുണ്ടായിരുന്നു. നമ്മളോട് വരുന്ന ചേച്ചിക്ക് വയ്യാതിരിക്കുകയാണ്. കുത്തിത്തിരുമ്പാനും മെഷീനിടാനൊക്കെ ആയിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു. നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഉണങ്ങി കിട്ടിയിട്ട് പിള്ളേരത് ഞാൻ ഇതേപോലെ ഈ ഒരു സ്റ്റാൻഡുമേ വിരിച്ചിട്ടു. അതും നല്ലതാണ്. നമുക്ക് ഈ ഇന്നർ വെയേഴ്സ് ഒക്കെ ഇടാനായാലും പിള്ളേരുടെ ഡ്രസ്സ് ഒക്കെ ഇടാനൊക്കെ ആയാലും ഈ ഒരു സ്റ്റാൻഡ് അടിപൊളിയാട്ടോ. എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുവയ്ക്കാനും പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പിന്നെ കുറച്ചധികം തുണിയുണ്ട്. എന്നുണ്ടാവും ഇത്രയധികം തുണി, കാരണം ഞങ്ങൾ 10 പേരുണ്ട് നമ്മുടെ ഈ വീട്ടിൽ. അപ്പോൾ എല്ലാവർക്കും വീട്ടിലും നാട്ടിലൊക്കെ ഇട്ട് തന്നെ ഡ്രസ്സ് ഒക്കെ ആകുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മാക്സി നല്ല നല്ല ഷർട്ടൊക്കെ ഞങ്ങൾ കൈകൊണ്ടാണ് തിരുമ്പാറ്, മെഷീനിൽ ഇടാറില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈവനിങ് വിശേഷങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് നല്ലൊരു ചായ കൊടുത്തു ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.